പൈസ കൊടുത്താലേ നമ്പർ തരുള്ളൂ അപ്പാപ്പൻ. അതങ്ങനെ തന്നെ. ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇതെങ്ങനെ ഞാൻ അപ്പാപ്പനോട് പറഞ്ഞാണല്ലോ പൂട്ടാൻ. ഇതിനകത്ത് ആരും ഇല്ല കേട്ടോ, പിള്ളേരൊന്നും ഇല്ല ഇവിടെ പഠിക്കാനൊന്നും. എലിയുടെ ബോയ് ഫ്രണ്ട് ഈ സ്കൂളിന്റെ ഐശ്വര്യം. മള്ളി അന്ന് അപ്പാപ്പനോട് പറഞ്ഞതല്ലേ മള്ളി ഇതെന്താ? ആ എലിയുടെ ബോയ് ഫ്രണ്ട് ഈ സ്കൂളിന്റെ ഐശ്വര്യം. എനിക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ ഇതാ. ഈ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നേ. അതെ, ഈ ഇവിടുത്തെ കൊച്ചു പിള്ളേരെ വരെ സംശയിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ റിലേഷൻഷിപ്പിലാണെന്നാണ്. ആ അത് എന്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചത്, ഈ ആന്റിയായിട്ട് മള്ളിക്ക് എന്താ ബന്ധമെന്ന്. ആര്? എന്റെ അടുത്ത് ഒരു പെൺകൊച്ചി, എനിക്ക് ആ കൊച്ചിന്റെ പേരുണ്ടായിരുന്നോ? എന്താണ്? ഈ ഇടയ്ക്ക് പരിചയപ്പെട്ടതാണ്. കിളിയോ? കുരുവി. അതെ. കുരുവി ചോദിച്ചോ? ആ എന്നെ പറ്റി? ഇല്ല അവര് ഞാൻ പറഞ്ഞു മള്ളി, പിന്നെ എനിക്കറിയാലോ, ഞാൻ പറഞ്ഞു മള്ളിക്ക് അങ്ങനെ റിലേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായിരുന്ന 7 എണ്ണവും പിരിഞ്ഞു വിട്ടു, മീൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന 7 എണ്ണോ? ആ 7 കൂടുതലായിപ്പോയോ, കുറഞ്ഞോ? 6 ആണോ? ശരിക്കും എനിക്ക് 7 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. മല്ലര് ഒന്ന് കാവട്ടെ. അമ്മുക്കുട്ടി ഫസ്റ്റ്, അമ്മുക്കുട്ടി കാറിലൂടെ കൂടെ പോയി, മല്ലര് കൊലവണ്ടി കയറി പോയി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നോ പറഞ്ഞല്ലോ, ജൂസൻ. ഓ അത് ഗ്യാങ്ങിന്റെ പേരിൽ 2 ആയി പോയി. പിന്നെ എസ്തർ എന്റെ കൂടെ പോയി കുറച്ചാള്. പിന്നെ റിലേഷൻഷിപ്പ് അല്ലായിരുന്നോ? ട്രൈ ചെയ്തതേ ഉള്ളൂ. എന്റെ സേഫാണ്. അപ്പൊ 3 ആയുള്ളൂ. പിന്നെ റബേക്ക അതാരും കൂടെ പോയി എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു റബേക്ക ഇല്ല, മുള്ളിയുടെ കൂടെ ഇത് മടുത്തിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആളെ കനിയുടെ പുറകെ നടന്നായിരുന്നു. ആ കനിയുടെ പുറകെ അല്ല, കൂടെ സൈഡില് ഫ്രണ്ടില് മൊത്തത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പൊ കണ്ടോണ്ടിരിക്കുവായിരുന്നു കനി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ആരാ? കൺമണിയെ മറന്നു മള്ളി. അതെന്റെ ലൈൻ അല്ലായിരുന്നു. മള്ളി ഒരു പിയെ കൊണ്ട് ജയിക്കാൻ പറഞ്ഞ അങ്ങേയറ്റം ജയിച്ചേട്ടോ. എടാ കൺമണി എന്റെ പിയെ അല്ലായിരുന്നു, നിനക്ക് അറിയാവുന്നതല്ലേ. മള്ളി കൺമണിയായിട്ട് റിലേഷൻ ആയിരുന്നോ? റിലേഷൻ ഒന്നും അല്ല. മള്ളി കൺമണി പാട്ട് പാടി കൊടുക്കൂലായിരുന്നോ? ഉമ്മ കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടില്ലേ? റിലേഷൻ ആയിരുന്നോ? ഇത് രണ്ടും ചെയ്ത റിലേഷനിലാണാ? ഞാൻ എത്ര വട്ടം നിനക്ക് ഉമ്മ തന്നിട്ടുണ്ട്, നിനക്ക് പാട്ട് പാടി തന്നിട്ടുണ്ട്. പക്ഷെ രാത്രി എന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ ഇതുപോലെ. പിന്നെ കുറച്ചാള് കുക്കു ഉണ്ടായിരുന്നു, ബംഗാളി കൊച്ചുണ്ടായിരുന്നു കുക്കു എന്നെ പോലെ. പിന്നെ ഇതിപ്പോ 7 ആയി, കറക്റ്റ് 7 ആയി. എലിയുണ്ട് 8 മള്ളി. നമുക്ക് മള്ളി വിചാരിച്ച നമുക്ക് ഈ മാസം കൊണ്ട് 10 ആക്കിയാലോ? എലി പ്ലക്കാ എന്താ പറയണേ? അല്ല എലി ശാപാൻ തോന്നുന്നു, അതുകൊണ്ടാണ്. മള്ളി താര മറന്നോ ഇതിന്റെ ഇടയില്? താരൊന്നും എന്റെ റിലേഷൻ അല്ല, ഞാൻ പുറകെ നടന്ന കൂട്ടത്തിലാ. ഓ അങ്ങനെ, ഓക്കെ. പിന്നെ ഒരു ലൂസിയ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പുറകെ നടന്ന ലൂസിയുടെ റിലേഷൻ അല്ലാതെ പുറകെ നടക്കുന്നത് വേറെ സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ 10-15 ആയി. അതിലും കൂടുതലായി. ഞാൻ വെച്ചു വേറൊരുണ്ട്, ഒരാളുടെ കൂടുതലുള്ള പുറകെ നടന്നപ്പോഴാണ് അറിയണത് എന്റെ അനിയൻ പുള്ളിക്കാരി സെറ്റാക്കിയത്. ആരാ? ഹെയ്ലി മാഡത്തിന്. മേഡോ? അതൊക്കെയാണ് മള്ളി കണ്ടോ. മുള്ളി അനിയനായോണ്ട് പറയില്ല, നല്ല ക്വാളിറ്റി ഉള്ള പയ്യനാണ്. ഒറ്റ ആള്, ഒറ്റ സെറ്റ്, ഒറ്റ ഡിലേഷൻ. സത്യം. ഞാൻ എന്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു, എന്ത് രസമായിരുന്നല്ലേ. മുള്ളി വേണ്ട, അത് വല്ലപ്പോഴും ഞാൻ ആ ലിങ്കുകളിൽ കയറി എന്തെങ്കിലും കാണുന്നത് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അങ്ങനല്ലടാ, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഫുള്ളി ആയി തൊട്ടുള്ള മെമ്മറി ഫീഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇതിപ്പോ ഓൾറെഡി 15 പേരുടെ പുറകെ പോയി ചിത്തപ്പേരായി കഴിഞ്ഞെനിക്ക്. മുള്ളി അങ്ങനെയാണ് ജീവിതം. ചിലപ്പോ നമുക്ക് ആദ്യത്തെ പേജിൽ നിന്നൊന്നും കിട്ടില്ല, 2ാമത്തെ പേജിൽ നിന്ന് കിട്ടില്ല, 300ാമത്തെ പേജിൽ നിന്നൊക്കെ കിട്ടിയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹിസ്റ്ററിയില്.
ഇപ്പൊ ഇല്ല, ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വേണ്ട, മനസ്സിലായ? മുള്ളി അത് അങ്ങനെയാണ് മുള്ളി. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കഥ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ വരണം മുള്ളി. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു 300ഓളം പേജുകളായ ദിവസങ്ങളുണ്ടത്. ഉണ്ടായിട്ടുണ്ട് മുള്ളി. അതുകൊണ്ട് ഈ നമ്മളാകെ 15 പേജിൽ പറ്റിവിടും മുള്ളി. ഇനി പോവാം, ഒരു സീനും ഇല്ല. സത്യം ഒത്തിരി പേജുകൾ മുമ്പിലോട്ട് പോകാൻ കിടക്കുന്നത്. ഇല്ല, ഈ സ്കൂൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വർക്കിംഗ് അല്ല കേട്ടോ. ഈ സ്കൂള് അതെ, ഇത് വർക്കിംഗ് അല്ല മുള്ളി. ധൈര്യമായിട്ട് പോകാൻ മുള്ളി. കൈ കഴിക്കുന്നവരെ പോവാം. എവിടെ മറിച്ചിട്ടേ പേജ് മറിക്കണത്. ചുമയൊക്കെ ഡോൾബി അറ്റ്മോസ്ഫിയറായി കേട്ടോ. അയ്യോ, നാളെ പാടമുള്ളതാണ്. അധികം ചുമക്കണ്ട. അതെ, എലിയില്ല ഇവിടെ. എലി ഇത് സാബ്ഗുലിന്റെ വണ്ടിയല്ലേ? ആ, ഓ, പന്നിക്കച്ചവടം സാബ്ഗുരിയും തുടങ്ങിയോ മുള്ളി? കാശുള്ള ആരെ കണ്ടാലും അപ്പഴേ പിടിച്ച് ബിസിനസ് പാർട്ണർ ആക്കി കേട്ടോ. ക്യാഷുള്ള ആരെ കണ്ടാലും. ഇത് തന്നെയാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ? എന്റെ ബിസിനസ് എന്തായിരുന്നു എലി? ഒന്നുമില്ല ബാബു, ഞാൻ വെറുതെ പറഞ്ഞു. എന്റെ ബിസിനസ് പാർട്ണർ ഒന്നുമല്ല. ഇനി എന്റെ ഈ കാറില്ലാത്ത കാരണം അങ്ങേറെ കാറൊന്നും ഞാൻ വാങ്ങിച്ചു. ബിസിനസ് പാർട്ണർ എങ്ങാനും ആണോ ഇനി? കാശുള്ളതുകൊണ്ട് പറയാൻ പറ്റത്തില്ലേ? ചൂടുവെള്ളം കണ്ടാലും പേടിക്കുവേ. അല്ല, ഏതാ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും കേട്ടാ. അത് ശരിയാണ് മുരളി. അതിന്റെ മുരളിയുടെ അവസ്ഥ അത് തന്നെയല്ലേ? അതെ അതെ, എന്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. പിന്നെ അകത്തോടൊന്ന് പറഞ്ഞേ കുട്ടി, ഒന്ന് പറഞ്ഞേ. ഇത് എലി ഒന്ന് പറഞ്ഞേ. വരാം മിസ്റ്റർ പരിന്തോഷ്, വരണം വരാം. പെട്ടെന്നൊന്ന് വരണം. എലി ജിമ്മിൽ പോകുന്നുണ്ടോ? ജിം ഗേൾ, യു നോ. ആ, എന്റെ മുള്ളി അതുപോലെ മുട്ട കഴിക്കുന്നതിന്റെ ഒരു നാറ്റം അടിച്ചല്ലേ? പറഞ്ഞ ചിലപ്പോ വിഷമോ, അതുകൊണ്ട് പറയാൻ. ഇത് നമ്മളിവിടെ ഫുള്ള് കറുപ്പ് പെയിന്റ് അടിക്കാൻ പോവാണ്. ഈ സൈഡിൽ കറുത്ത പെയിന്റ് ഓക്കെ, ആ സൈഡില് ചോദിച്ചില്ല. വാട്ട് ഈസ് ദിസ്? This is my ex-boyfriend. He cheated me, so I just avoided him and I cry every day. And I cry. സീരിയൽ തുടങ്ങി. പരസ്യം വരാം. വാ. ഇതിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. ഇനി എന്തെങ്കിലും ചെയ്ത് പരസ്യം കഴിഞ്ഞു. ബാബു വേറൊരു ഞാനൊരു കാര്യം സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയണേ. ഈ ഫോട്ടോ ഇവിടുന്ന് നാളെ തന്നെ മാറ്റണം. എക്സ്ക്യൂസ് മീ, യു ആർ എക്സ്ക്യൂസ്ഡ്. നമ്മൾ ഈ സ്കൂളെ ഇവിടുന്ന് മാറ്റുവാണ്. അപ്പൊ ഈ ഫോട്ടോ ഒക്കെ എന്നേക്കുമായി അങ്ങ് കളയാൻ പോവാണ്, ബാനിഷ് ചെയ്യാൻ പോവാണ്. സ്കൂള് പൊട്ടിയല്ലേ? എനിക്കറിയാം. നീയൊക്കെ നടത്താൻ പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞ കുറച്ച് നാൾ പോകുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ അതിനു മുമ്പേ പൂട്ടി. പറഞ്ഞു. അവൾക്ക് അറിയത്തില്ല, തിരിച്ചു പറയാം. നമ്മളിവിടുന്ന് സ്കൂള് സിറ്റിയിലോട്ട് മാറ്റുവാണ്. വി ആർ എ സിറ്റി പീപ്പിൾ നൗ. യു ഡോണ്ട് നോ, ലൈക്ക് നോട്ട് ലൈക്ക് യു ആർ ലോക്കൽ ലൈക്ക് ദാറ്റ്. അണ്ടിക്കടയില്ലേ അണ്ടി വാങ്ങാനെങ്കിലും കുറച്ച് ഇന്നൊരു ദിവസം അണ്ടിയെ പറ്റി സംസാരിക്കില്ല, അത് വേണ്ടാണ്. ഇന്നൊരു ദിവസം നമുക്ക് ആ ടോപ്പിക് ഒഴിവാക്കാം. ബാംഗ്ലൂർ അഡ്രസ് എടുത്ത് കൊടുക്കുക, പറഞ്ഞത് വേണ്ട. ഞാനില്ല ആ ടോപ്പിക്ക് സംസാരിച്ചാൽ പിടിക്കപ്പെടും. സ്ഥാപനത്തിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇന്ന് ആർക്കും അനുവാദം ഇല്ല ഇതിനെപ്പറ്റി സംസാരിക്കാൻ. ഇല്ല, എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമാണെങ്കിൽ അഡ്രസ്സും ഇതും ലൈവ് കാണിച്ചിട്ട് സംസാരിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി റിസ്ക് എടുത്തതാണല്ലോ ഇങ്ങനെ കൂടെ ഞാൻ കൂടിയത്. എന്നിട്ട് ഞാൻ മൂച്ചി തെറ്റിയില്ലേ? അപ്പൊ എന്റെ റിസ്ക് വീണ്ടും ആയില്ലേ? റിസ്ക് കൂടിയില്ലേ? ഇപ്പൊ എനിക്കൊരു ചെറുക്കനെ കിട്ടണ്ടേ? Excuse me, I don't want to see this drama and all. Please remove this shit from here, okay? This shit I am going immediately. This shit, right? Yes. This shit I will remove. Remove. നമ്മൾ രാവിലെ കടലിൽ കളഞ്ഞതിന്റെ ഒരു പെട്ടി ബാക്കി ഇരിപ്പുണ്ട്, എടുത്ത് കൊടുക്കട്ടെ? ഇത് ഇനി അടുത്തോട്ട് നമ്മളിവിടെ വരുമ്പോ ഇത് കാണരുത് കേട്ടോ, പ്ലീസ്. ദയവേത് എന്റെ പൊന്ന് വാസു ബ്രോ വിചാരിക്കുന്നത് പോലെ ഈ ബോയ് ഫ്രണ്ട് എന്ന് എഴുതിയത് നമുക്ക് മായ്ക്കാൻ നമ്മുടെ മേശിരിയെ കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ എവിടെ ഇന്ന ചായം പൂശിയാണ് ഇവിടെ. എന്നിട്ട് നമ്മള് വേറെ വല്ലവരുടെ ഫോട്ടോ ഇവിടെ എന്റെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് വെച്ചേനെ. പേരെന്ത് അച്ഛന്റെ പേര് തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ.
എന്തായാലും എനിക്ക് ആമുഖനല്ലോ, അപ്പൊ നിനക്ക് എന്റെ അച്ഛനായിക്കൂടെ? പിന്നെ ഓ അത്ര പ്രായമൊന്നുമില്ല എന്നാ എന്നാ ഇനി തൊട്ട് നീ എന്നെ ഡാഡി എന്ന് വിളിച്ചോ. ഓക്കെ ഓക്കെ ഡാഡി. മള്ളി ഡാഡി വേണ്ട, ഡാഡി വേണ്ട, സുഗർ ഡാഡി, സുഗർ ഡാഡി. അച്ഛൻ തന്നെ മതി. അച്ഛാ വിളിച്ചാൽ മതി. ശരിയാ. ബാബു, അതുപോലെ വേറൊരു കാര്യമാണ്, പുറത്തേക്കുന്ന ചിന്നമ്മയുടെ ബോയ് ഫ്രണ്ടിന് ആനവാലി കിട്ടിയില്ല, പകരം പുള്ളിയുടെ 2 താടിന്ന് ഒരെണ്ണം വീഴുകയായിരുന്നു. നടക്കും നീ ഒരു വാക്കുപോലും സംസാരിക്കാൻ എന്താണ്? ഒന്ന് ബാക്കിലോട്ട് അതെ. ഷോക്കായിപ്പോയി മള്ളി. എല്ലാത്തിനും തൂക്കി വലിയ വർത്താനം പറയണതല്ലേ നീ? മള്ളി എന്ത് പറയുന്നത്, ഞാൻ പകച്ചു പോയി മള്ളി ആ നിമിഷം. നീ മുന്നിലോട്ടെന്നുള്ള ധൈര്യം അല്ലായിരുന്നു ബാബു എനിക്ക്. പക്ഷെ മള്ളി മുന്നിൽ 2 പൂട ഇല്ലാത്തതാണ് നമ്മുടെ ഒരു വീക്ക്നെസ് മള്ളി. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ മാത്രമല്ലല്ലോ, വളരെ 2 പറിച്ചു കൊടുത്താൽ പോരായിരുന്നോ? അത് ഞാൻ മുന്നേ പറഞ്ഞ കൗണ്ടർ അല്ലേ, ഞാൻ ഓൾറെഡി വെട്ടി അപ്ലോഡ് ചെയ്തു. ആ 2 രൂപയേ ഉള്ളൂ, ഒരെണ്ണം മാമൻ തരും, പേടിക്കണ്ട. മോളെ ഞാൻ ഇന്ന് രാവിലെ ക്ലീൻ ഷേവ് ചെയ്തു പോയി അറിയാതെ. ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിക്ക് വീണ്ടും വളരും. അപ്പുറം തന്നാ മതിയോ? നിനക്ക് തമ്പൂനെ ഇന്നാണോ പ്രപ്പോസ് ചെയ്യണ്ടേ? ഇങ്ങനെ ഇല്ലാത്ത താടി നോക്കിയിരുന്നാ ചെറുക്കം പോവും. എന്റെ പൊന്നുമോളെ, വേറെ ആരും കൂടെ നടന്നിട്ട് പ്രപ്പോസ് ചെയ്താലും കുഴപ്പമില്ല, ഈ അനിയുടെ കൂടെ ഒന്നും നടക്കല്ലേ മോളെ. പെണ്ണ് പോയിട്ട് ഒരു പട്ടിക്കുട്ടി പോലും വളയത്തില്ല. മോളെ ഞാൻ പറയണ കാര്യം ആലോചിക്കേ, നമ്മള് ഇപ്പൊ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴല്ലേ നമ്മളതൊക്കെ കേട്ട് ലിസൺ ചെയ്യട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രേക്കപ്പ് ആയി ഒരാൾ പോലും ഇല്ലാത്ത ഇവളൊക്കെ പറയണ കേട്ട് ഒരാളെ എന്ത് ചെയ്യാൻ പോയാൽ അത് സക്സസ്ഫുൾ ആവും തോന്നുന്നുണ്ടോ മോക്ക്? മാത്രമല്ല മോളെ, ഇതിപ്പോ പുള്ളിക്കാരി ചെയ്യുന്ന ബോഡി ഷേമിംഗ് ആണ്. സത്യം ബോഡി ഷേമിംഗ്. വാസുമാവന്റെ അണ്ടിഫാക്ടറിക്ക് വാസുമാമൻ ഒരു പേറ്റന്റ് അടുപ്പിക്കാൻ നോക്കി, അണ്ടിഫാക്ടറി പൂട്ടിപ്പോയി. അതെ അതിപ്പോ റിനോവേഷനിലാണ്. അത് ആ പേറ്റന്റിന്റെ മുഴുവൻ ഡീല് ക്ലോസ് ചെയ്യാനാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. സത്യം കൺമണി ബെറ്റർ അല്ലേ മള്ളി? കൺമണി വിളിച്ച കൺമണി വിളിച്ച മള്ളി. ഞാൻ പറഞ്ഞു ബ്രോ, നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് ബ്രോ? വാട്സാപ്പിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ? അല്ല ബ്രോ, നിങ്ങളുടെ സിംഗിൾ മാരീഡ് ആ സ്റ്റാറ്റസ് ബ്രോ? സിംഗിളോ? ഞാനിപ്പോ കറന്റ്ലി സ്റ്റാറ്റസ് റിക്കവേർഡ് എന്നാണ് ഒരു വലിയ ട്രോമയെന്ന് ഇന്നും കൂടി ഇട്ടതേ ഉള്ളത്. വേറെന്തൊക്കെ അറിയണം ചോദിച്ചു? ഇത് കൂടുതൽ എനിക്കൊരു കാര്യം പറയാനുണ്ടല്ലേ, സീരിയസ് ആയിട്ട് സംസാരിക്കുമല്ലോ. ഒന്ന് ഐഡിയ ഒന്ന് പറഞ്ഞേ. കിട്ടിയായിരുന്നോ ഇത്? 1233. കിട്ടിയായിരുന്നോ? അത് വെട്ടല്ലേ, ഷോർട്സ് വെട്ടല്ലേ ഇത് പ്ലീസ്. ഓക്കെ മള്ളി, ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം ഓടിക്കുള്ളത്, ഒരു വർഷം. മള്ളി സത്യമായിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് മള്ളി. ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ആ സൈലൻസ് ഭയങ്കര ലൗഡായിരുന്നു. സൈലൻസ് അല്ല മള്ളി, ഞാന് പെട്ടെന്ന് ചിരി മണ്ടേ കയറി കുടുങ്ങി പോയിരിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചു ഞാൻ ഒന്നും പറയരുത്. എന്താണെന്നറിയോ, കഴിവില്ലാത്തോണ്ടല്ല, നീ എന്തെങ്കിലും പറയും അതായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ മള്ളി ഇങ്ങനെ ഡയലോഗ്. എവിടുന്നോ കാണാതെ പഠിച്ചിട്ട് വന്നതല്ലേ മള്ളി. വന്നിട്ട് പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ സംസാരിച്ചോണ്ട് ചിരി മണ്ടേ കയറി ഞാൻ പെട്ടെന്ന് ഒരു സമയം ചക്കായി പോയി മള്ളി. ഇത് എവിടുന്നോ ഇവിടെ പ്രിപ്പയർ ചെയ്തോണ്ട് വന്നതാ. പ്രിപ്പയർ ചെയ്ത 100% പ്രിപ്പയർ ചെയ്ത് വന്നു മള്ളി. ഇത് കാണാതെ പഠിച്ചിട്ട് വന്നെ കേട്ടറിഞ്ഞൂടെ? എനിക്ക് കോമഡി പറഞ്ഞു തരുമോ? പക്ഷെ ഇത് എത്ര തേച്ചാലും അത് പോവില്ലല്ലോ മള്ളി മുഖത്തുനിന്ന്. കൗണ്ടറായിട്ട് ഒരെണ്ണമെങ്കിലും ഇടാം അങ്ങോട്ട്.
നോക്കാം നമുക്ക് ഇട്ട് നോക്കാം വീണ കൊത്തി കൊടുക്കാം കൊത്തിക്കണം പൊന്ന് വാസു ബ്രോ, നിങ്ങൾക്ക് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ചെറുക്കനായിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഈ പറഞ്ഞ പിന്നെ കണ്ടിട്ടുണ്ട്. മറ്റേ ക്രിസ്റ്റിയോ അവന്റെ കൂടെ പാട്ടും പാടി പാട്ടുകാരനോട് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എലി ഞാനത് കണ്ടതാണ്. അത് കഴിഞ്ഞു പോകുന്ന മനസ്സാണല്ലോ ഇതിന്റെ. എത്ര പാട്ട് ഞാൻ പാടിക്കൊടുത്തേനാടാ അപ്പുക്കുട്ടാ. സത്യം ബാബു, ആ ബ്രോ എന്നെ ഒരു സിസ്റ്ററിനെ പോലെ കണ്ടപ്പോ ഞാൻ തിരിച്ചു அந்த எலியோட இந்த எலி பெட்டர்டா. இந்தடா இது எடுத்துக்கோடா. സത്യം ബെസ്റ്റ് സിസ്റ്റർ റിലേഷൻഷിപ്പ് ഇതൊക്കെ എന്ത് ഷിപ്പോള്. അല്ല മിസ്റ്റർ വാസു ബ്രോ, ആരൊക്കെയാണ് ഈ നിങ്ങളുടെ കാമുകിമാർ ഇതിന്റെ ഇടയ്ക്ക് വന്നതൊക്കെ ആരാണ്? ആ കുക്കു എന്ന് പറയുന്ന പ്രാന്തി പെണ്ണ് എന്നെ വന്ന് തന്തയ്ക്ക് മുതുക്കിലിട്ട് വിളിച്ചു. ശിവ ഇത് ആരാ ദൈവം സാമിയോ എങ്ങനെ ഒന്ന് കുക്കു എന്ന് പറയുന്ന കൊച്ചു മഴയിൽ വിളിച്ചായിരുന്നല്ലോ വിളിച്ചിട്ട് പോയെന്ന് കേട്ടില്ലേ? എന്നെ തെറിവിളിച്ച് എന്തിനാന്നറിയുക? ഞാൻ ഇങ്ങേറെ കൂടാന്ന് പറഞ്ഞിട്ട്. എലി ഈ കുക്കൊക്കെ ആരാ ബാബു? ആരെ പറ്റി സംസാരിക്കുന്നു ഇവരൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. ഒരു ബംഗാളി കൊച്ച് മള്ളിയുടെ പുറകെ അതിനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? ഞാനാണെ എങ്ങനെ ഒഴിവാക്കും? ഞാൻ എന്താ ഞാനുമായിട്ട് പ്രണയിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങേര് സൂസനെ കല്യാണം കഴിച്ചെന്ന് ഈ സിറ്റിയിലുള്ള 450 പേരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങേറെ വാക്കിന് വേണ്ടി കാത്തിരുന്നു, എന്നെ വേണമെന്ന് പറയാം. അപ്പൊ അങ്ങേര് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നിൽ ഈ സൂസനൊക്കെ പണ്ടേ എന്നെ ഇട്ടിട്ട് പോയതല്ലേ, എനിക്ക് നീയല്ലേ വേണ്ട. അവിടെ വീണു ബാബു, ഞാൻ ഇനി ഈ സങ്കടം പറച്ചില് പറയാൻ കേട്ടാ ഞാൻ വരും. ഇവൾ ഇത്രയും ഇവക്ക് പറയാൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാൻ മറ്റേ കൊക്ക്, ചിമ്പാൻസി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കണക്കെടുത്തിടുവേ ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഭാവത്തിരുന്നു സീരിയല് വരും. ആരെങ്കിലും ഒരു അരമണിക്കൂർ പരസ്യമെങ്കിലും ഇട്, അത് കേട്ടോണ്ടിരിക്കാം. ഇപ്പോഴത്തേക്കിന് കണ്ണീരും ഉണ്ടോ താല്പര്യം? എന്തോ തുപ്പാൻ വന്നു. ഒന്ന് സ്നേഹം എന്ന് പറയുന്നത് പ്ലീസ് എല്ലാവരും കേൾക്കണേ. പറയുന്നത് മനസ്സിന്ന് വരുന്നതാണല്ലോ, അല്ലാതെ തലച്ചോറിന്ന് വരുന്നല്ലോ. എനിക്ക് വരാത്തത് അത് നമുക്ക് മുകളിലേക്ക് നേരത്തെ മനസ്സിലായല്ലോ. തലച്ചോറിൽ ഇത് വരുന്നില്ല, അതാണ് മനസ്സിലായത്. അല്ലെങ്കിൽ എന്റെ ഹൃദയം ആരും കണ്ടിട്ടില്ലല്ലോ ബാബു. ഞാൻ എന്റെ ഹൃദയം സർജറി എല്ലാം ചെയ്യണോ? ഇവിടെ ആസ്റ്റർ മെഡിസിറ്റി ഉണ്ട്. മോശം, നമ്മള് 2 ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അതെ, ഹൃദയം കാണാനിരിക്കണം ഞങ്ങളെല്ലാരും. അങ്ങനാണല്ലോ. ഇന്ന് വേറെ ആരെങ്കിലും സെറ്റ് ആയി കാണും. അന്നൊരു എലി ഒറ്റയ്ക്കാ ബാബു. എനിക്ക് ആരും സെറ്റ് ആയിട്ടില്ല. എനിക്ക് സെറ്റ് ആയത് ഈ പിള്ളേരൊക്കെയാണ്. മനസ്സിലായ ഇവരുടെ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കണത്. അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. 24 മണിക്കൂർ ഞാനിപ്പോ ഫുൾ ടൈം ഗ്യാങ് ഡ്രസ്സിലാണ് നടക്കണം. കണ്ടാ അതിന്റെ ഉത്തരവാദിത്വം. ബാബുവിന്റെ ബർത്ത്ഡേ ആയിട്ടല്ല അവൻ കളർ ഡ്രസ് ഇട്ടേക്കണത്. ഇവരെല്ലാം ഇങ്ങനെ കാഷ്വലായിട്ട് നടക്കുമ്പോ ഞാൻ ഗ്യാങ്ങിന് വേണ്ടിട്ട് എന്റെ ഗ്യാങ് ഡ്രസ് ഇട്ടാ നടക്കണത്. മനസ്സിലായ? എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ബാബു. പിന്നെ എന്താ പ്രശ്നം? എന്നാ പിന്നെ ആ ബോർഡ് എടുത്ത് മാറ്റു കുട്ടി. ആ ബോർഡ് എടുത്ത് മാറ്റു അതിന്ന്. ഇന്ന് ഡേറ്റ് എത്ര ബാബു? ഇന്ന് ഡേറ്റ് 27. 29-ാം തീയതി ഈ ഭിത്തിന്ന് അത് മാറിയില്ലെങ്കിൽ 29-ാം തീയതി ഈ ഭിത്തിന്ന് മാറും, എലിയുടെ ഹൃദയത്തിന്ന് മാറും. എനിക്ക് ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മലയാളം സീരിയൽ ഒന്നല്ല. ഇതെനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഹിന്ദി ഡബ് ചെയ്തതാണ് മലയാളത്തിലോട്ട്. പിന്നെ ആ ഫോട്ടോ പോകുന്നതിന്റെ കൂടെ ആ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് മറ്റേ 4 കാലിൽ വെച്ച് തർപ്പ കെട്ടിയേക്കണം. ആ സാധനം പറിച്ചു കളഞ്ഞേക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് അതിന്റെ മേളിൽ നിന്റെ അച്ഛന്റെ എന്നുള്ള മെമ്മോറിയൽ ആക്കണം. മനസ്സിലായ? എന്റെ പേര് വെക്കാൻ പറ്റില്ല. അല്ല മല്ല, അകത്ത് ഡോറിന്റെ ബാക്കിൽ എലിയുടെ ഫോട്ടോയും വെച്ച് ഞാൻ കണ്ട് പേടിച്ച് തൂറുമല്ലോ ആൾക്കാര്. എന്താ നിനക്ക്? കുറച്ചേരം ഇപ്പൊ സാധനം വരുന്നത് കേട്ടോ. അകത്തും സ്റ്റഡി ആണെന്ന് തോന്നുന്നു.
വായ തുറന്ന് എന്തെങ്കിലും പറ അവരോടൊക്കെ. എന്തെങ്കിലും ആളുകളുടെ വയറ്റിൽ നിന്ന് പോന്നെങ്കിൽ പോട്ടെ, എന്തോരോ ആളുകൾ കോൺസ്റ്റിപ്പേഷൻ അതിൽ നീ അഭിമാനം കൊള്ളു. ഞാൻ ആ ഫോട്ടോ കാട്ടി പോകുന്നെങ്കിൽ നല്ലത്. പിന്നെ എനിക്ക് നേരിട്ട് നോക്കിയിട്ട് അത്ര അഹങ്കാരമാണെങ്കിൽ. അയ്യോ അതെ അതെ, നാലെണ്ണോട് ക്രെഡിറ്റ് പറയാം. എന്റെ മുഖം വെച്ച് നാട്ടുകാരൊക്കെ തോന്നുന്നുണ്ടത്. നല്ല ക്രെഡിറ്റ് ആയിരിക്കും അത്. അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത. ഞാൻ ആളുകൾക്ക് അങ്ങനെയോ ഞാൻ ആരുടെയും ജീവിതത്തിൽ ഇല്ല ഇല്ല ബാബു, ഇതൊക്കെ അത്രേ ഉള്ളൂ. താജ്മഹൽ പണിഞ്ഞ് സ്വന്തമാക്കിയ പെണ്ണിനെ പബ്ലിക് ടോയ്ലറ്റിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ ആളുകൾക്ക് അപ്പിടാൻ വേണ്ടി. കുഴപ്പമില്ല ബാബു, ഇതൊക്കെ ഞാനങ്ങനെ സഹിക്കും. പക്ഷെ വേറൊരു പെണ്ണ് സഹിക്കത്തില്ല ഇതൊന്നും. ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ഇതൊന്നും. മിസ്റ്റർ പരുന്ത് ബാസു, ഈ ശാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കളയും മിസ്റ്റർ ശാപം വലിക്കും കേട്ടോ, എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. പെണ്ണിന്റെ നോക്കോ ശരി, ശരി, ശരി. നീ ഇപ്പൊ വരാൻ